ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഴയകാല സ്റ്റാമ്പുകളെ കുറിച്ചുള്ള 4ാമത്തെ ഭാഗമാണിത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 1960 മുതൽ 1975 വരെ ഇന്ത്യയുടെ വിവിധ മേഖലകളിലെ പുരോഗതിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് പുറത്തിറങ്ങിയ അപൂർവമായ തപാൽ മുദ്രകളെക്കുറിച്ചാണ്. ഈ കാലയളവിലെ സ്റ്റാമ്പുകളുടെ പ്രത്യേകതകളും അവയുടെ ഇന്നത്തെ വിപണി വിലയും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ തപാൽ മുദ്രയിലെ കർഷകർ. കൃഷിപ്പണിയിലേർപ്പെട്ടിരിക്കുന്ന കർഷകരെ ചിത്രീകരിക്കുന്ന ഈ 30 പൈസ സ്റ്റാമ്പ് കൃഷിയും ഗ്രാമീണ വികസനവും എന്ന പരമ്പരയുടെ ഭാഗമായി 1970കളിലാണ് ഇന്ത്യ പുറത്തിറക്കിയത്. പച്ച നിറത്തിലുള്ള ഈ മുദ്ര രാജ്യത്തിന്റെ കാർഷിക പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. അക്കാലത്ത് സാധാരണമായിരുന്ന ഈ സ്റ്റാമ്പിന് ഇന്ന് തപാൽ വിനിമയ മൂല്യമില്ലെങ്കിലും ശേഖരിക്കുന്നവർക്കിടയിൽ ഇതിന് സ്ഥാനമുണ്ട്. നിലവിൽ ഇതിന് വലിയ വിപണി മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 50 രൂപ വരെ മാത്രമേ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപൂർവമായ മാറ്റങ്ങളോ അച്ചടി പിശകുകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ തുക ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്രയിലെ ഇലക്ട്രിക് ട്രെയിൻ. ഇന്ത്യൻ റെയിൽവേയുടെ പുരോഗതി വിളിച്ചോതുന്ന ഇലക്ട്രിക് ലോക്കോമോട്ടീവ് ചിത്രീകരിച്ച ഈ 10 പൈസ സ്റ്റാമ്പ് 1960കളുടെ പകുതിയോടെയാണ് പുറത്തിറങ്ങിയത്. നീല നിറത്തിലുള്ള ഈ മുദ്ര ഭാരതത്തിന്റെ വ്യാവസായിക വളർച്ചയെയാണ് അടയാളപ്പെടുത്തുന്നത്. അക്കാലത്ത് കത്തുകൾ അയക്കാൻ ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് ഇന്നൊരു ചരിത്ര സ്മാരകം മാത്രമാണ്. സാധാരണയായി കണ്ടുവരുന്ന ഒന്നായതിനാൽ ഇതിന് വലിയ വിപണി മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 20 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപൂർവമായ അച്ചടി പിശകുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ തുക പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്ര. മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന കോഴിക്കുഞ്ഞിനെ ചിത്രീകരിക്കുന്ന ഈ 25 പൈസ സ്റ്റാമ്പ് ഇന്ത്യയുടെ കോഴി വളർത്തൽ മേഖലയിലെ പൗൾട്രി ഫാർമിംഗ് പുരോഗതിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് 1970കളിലാണ് പുറത്തിറങ്ങിയത്. ഗ്രാമീണ വികസന പരമ്പരയുടെ ഭാഗമായ ഈ മുദ്ര തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. അക്കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പിന് ഇന്ന് വിനിമയ മൂല്യമില്ലെങ്കിലും ശേഖരിക്കുന്നവർക്കിടയിൽ കൗതുകകരമായ ഒന്നാണിത്. വിപണിയിൽ ഇത് സാധാരണമായതിനാൽ വലിയ വില ലഭിക്കില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 40 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്ര ബങ്കുര ഹോർസ്. ബംഗാളിന്റെ തനത് കലാരൂപമായ ഒരു കളിമൺ കുതിരയെ ബാങ്കുര ഹോർസ് ചിത്രീകരിക്കുന്ന ഈ 20 പൈസ സ്റ്റാമ്പ് ഇന്ത്യയുടെ കരകൗശല പൈതൃകത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് 1970കളിലാണ് പുറത്തിറങ്ങിയത്. കരകൗശല വസ്തുക്കൾ എന്ന പരമ്പരയുടെ ഭാഗമായ ഈ മുദ്രയിൽ പച്ച നിറത്തിലുള്ള കുതിരയുടെ ചിത്രമാണുള്ളത്. അക്കാലത്ത് തപാൽ വിനിമയത്തിനായി ധാരാളമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പിന് ഇന്ന് വിപണിയിൽ വലിയ മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 30 രൂപ വരെ മാത്രമേ ഇപ്പോൾ വില ലഭിക്കാൻ സാധ്യതയുള്ളൂ. അച്ചടിയിലെ അപൂർവമായ മാറ്റങ്ങളോ പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ തുക പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്ര ഫാമിലി പ്ലാനിംഗ്. കുടുംബാസൂത്രണ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഒരു കുടുംബത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ ഈ 5 പൈസ സ്റ്റാമ്പ് 1960കളുടെ അവസാനത്തിലാണ് ഭാരത സർക്കാർ പുറത്തിറക്കിയത്. ഫാമിലി പ്ലാനിംഗ് എന്ന ഇംഗ്ലീഷ് വാക്കും പരിവാർ നിയോജൻ എന്ന ഹിന്ദി വാക്കും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ ഈ സ്റ്റാമ്പ് അക്കാലത്ത് വളരെ സാധാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ വിപണിയിൽ വലിയ മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒന്നിന് ഏകദേശം 5 രൂപ മുതൽ 20 രൂപ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. തപാൽ മുദ്ര. പറന്നുയരുന്ന ഒരു കൊക്കിനെ ക്രെയിൻ ചിത്രീകരിക്കുന്ന ഈ 50 പൈസ സ്റ്റാമ്പ് ഇന്ത്യയുടെ വന്യജീവി വൈവിധ്യം വിളിച്ചോതുന്ന പരമ്പരയുടെ ഭാഗമായി 1970കളിലാണ് പുറത്തിറങ്ങിയത്. ഇളം പച്ച പശ്ചാത്തലത്തിൽ നീല നിറത്തിലുള്ള പക്ഷിയുടെ ചിത്രം നൽകിയിരിക്കുന്ന ഈ മുദ്ര പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം കൂടി നൽകുന്നു. അക്കാലത്ത് വിദേശത്തേക്കുള്ള കത്തുകൾക്കും മറ്റും അയക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. നിലവിൽ ഈ സ്റ്റാമ്പിന് വലിയ വിപണി മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒന്നിന് ഏകദേശം 10 രൂപ മുതൽ 40 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അസാധാരണമായ അച്ചടി പിശകുകളോ മറ്റ് പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ തുക ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്ര ഫാമിലി പ്ലാനിംഗ്. കുടുംബാസൂത്രണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതിനായി ഒരു കുടുംബത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ 5 പൈസ സ്റ്റാമ്പ് 1967ലാണ് ഭാരത സർക്കാർ ആദ്യമായി പുറത്തിറക്കിയത്. ഫാമിലി പ്ലാനിംഗ് എന്ന ഇംഗ്ലീഷ് വാക്കും പരിവാർ നിയോജൻ എന്ന ഹിന്ദി വാക്കും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ജനസംഖ്യാ നിയന്ത്രണ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി അക്കാലത്ത് കോടിക്കണക്കിന് സ്റ്റാമ്പുകൾ ഈ ഡിസൈനിൽ അച്ചടിച്ചിരുന്നു. വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒന്നായതിനാൽ ഇതിന് നിലവിൽ വലിയ വിപണി മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ഇപ്പോൾ വില ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഉപയോഗിക്കാത്ത പുത്തൻ സ്റ്റാമ്പാണെങ്കിൽ മിന്റ് കണ്ടീഷൻ, നേരിയ വില വ്യത്യാസം വന്നേക്കാം. ഇന്ത്യൻ തപാൽ മുദ്ര. മുതിർന്നവരുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുറത്തിറക്കിയ ഈ 2 പൈസ സ്റ്റാമ്പ് 1975ലാണ് ഭാരത സർക്കാർ പുറത്തിറക്കിയത്. പ്രൗഢശിക്ഷ എന്ന ഹിന്ദി വാക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ബോർഡിന് മുന്നിലിരുന്ന് പഠിക്കുന്ന മുതിർന്നവരുടെ ചിത്രം ഉൾക്കൊള്ളുന്ന ഈ മുദ്ര നീല കലർന്ന വയലറ്റ് നിറത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
അക്കാലത്ത് പോസ്റ്റ് കാർഡുകൾക്കും മറ്റും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് ഇന്ന് വിപണിയിൽ സാധാരണമാണ്. ഇതിന് വലിയ സാമ്പത്തിക മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 5 രൂപ മുതൽ 15 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപൂർവമായ അച്ചടി പിശകുകളോ പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ തുക ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്ര. അമ്മയും കുഞ്ഞും എന്ന മനോഹരമായ ചിത്രം ഉൾക്കൊള്ളുന്ന ഈ 20 പൈസ സ്റ്റാമ്പ് 1975 ഭാരത സർക്കാർ പുറത്തിറക്കിയത്. മാതൃശിശു ആരോഗ്യത്തിന്റെയും കുടുംബക്ഷേമത്തിന്റെയും പ്രാധാന്യം വിളിച്ചോതുന്നതിനാണ് ഈ മുദ്ര രൂപകൽപ്പന ചെയ്തത്. ഇളം ഓറഞ്ച് അല്ലെങ്കിൽ കാവി കലർന്ന തവിട്ട് നിറത്തിലുള്ള ചിത്രമാണ് ഇതിൽ കാണപ്പെടുന്നത്. അക്കാലത്ത് സാധാരണ വിനിമയത്തിനായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പിന് ഇന്ന് വലിയ വിപണി മൂല്യമില്ല. മികച്ച ഗുണനിലവാരമുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 30 രൂപ വരെ മാത്രമേ ഇപ്പോൾ വിപണിയിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. ഇതിൽ അസാധാരണമായ അച്ചടി പിശകുകളോ മറ്റു പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ തുക ലഭിക്കുകയുള്ളൂ. ഇന്ത്യൻ തപാൽ മുദ്ര. ഇന്ത്യയുടെ വാർത്താവിനിമയ രംഗത്തെ പുരോഗതി വിളിച്ചോതുന്ന ടെലിവിഷൻ ടവറും സാറ്റലൈറ്റ് ആന്റിനയും ചിത്രീകരിച്ച ഈ 40 പൈസ സ്റ്റാമ്പ് 1970-കളിലാണ് പുറത്തിറങ്ങിയത്. ഉപഗ്രഹാധിഷ്ഠിത സംപ്രേഷണത്തിന്റെ സൈറ്റ് തുടക്കത്തെ അടയാളപ്പെടുത്തുന്നതിനായി പുറത്തിറക്കിയ ഈ മുദ്ര പിങ്ക് കലർന്ന ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. അക്കാലത്ത് കത്തുകൾ അയക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഈ സ്റ്റാമ്പ് രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ചയുടെ പ്രതീകമാണ്. നിലവിൽ വിപണിയിൽ ഇതിന് വലിയ മൂല്യമില്ല. മികച്ച അവസ്ഥയിലുള്ള ഒരു സ്റ്റാമ്പിന് ഏകദേശം 10 രൂപ മുതൽ 40 രൂപ വരെ മാത്രമേ ഇപ്പോൾ വില ലഭിക്കാൻ സാധ്യതയുള്ളൂ. അസാധാരണമായ അച്ചടി പിശകുകളോ പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കൂടുതൽ തുക പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 1960 മുതൽ 1975 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചില തപാൽ മുദ്രകളെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ പക്കൽ ഇതുപോലെയുള്ള പഴയ സ്റ്റാമ്പുകൾ ശേഖരത്തിലുണ്ടോ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ പുതിയ സ്റ്റാമ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം.